യെസ് യുവർ ഓണർ. ദാറ്റ്സ് ഓൾ. കുറച്ചുകൂടെ നീട്ടി ചിഹ്നം വിളിക്ക്. അത് കേട്ടിട്ടെങ്കിലും രണ്ട് കക്ഷികളൊന്ന് കേറട്ടെ. താൻ ഞങ്ങളങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഈ അഡ്വക്കേറ്റ് ജയകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജൂനിയറായ അഡ്വക്കേറ്റ് പൊന്നപ്പനും കേസുകളില്ലാത്തതേ ഞങ്ങൾ കേസുകൾ എടുക്കാത്തോണ്ടാ. ദേ ഇപ്പൊ തന്നെ ഈ ആലത്തൂർ കൊലക്കേസ് വന്നിട്ടേ ജയകൃഷ്ണൻ സാർ അത് എടുത്തില്ല. അതിന് ആ കേസ് രാധിക മേഡത്തിനാണല്ലോ വന്നത്. അതെ, അതുകൊണ്ടുള്ള കേസ് എടുക്കാഞ്ഞേ. അതേതായാലും നന്നായി. തന്റെ ഈ ജയകൃഷ്ണൻ സാറ് ആദ്യമായി വാദിച്ച കേസിന്റെ കഥ അറിയോ? അദ്ദേഹത്തിന്റെ വാദം കേട്ട് അങ്ങേരുടെ കക്ഷി കോടതിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു. ഒബ്ജക്ഷൻ. എന്താ ഒബ്ജക്ഷൻ സക്സസ് ആവില്ലേ? ഇനി ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ എന്റെ മുഖത്ത് തുപ്പിയാലുണ്ടല്ലോ. എടോ, ആ കക്ഷിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് സാറിന്റെ വാദം മോശമായതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കക്ഷിക്ക് വാദരോഗം ഉണ്ടായതുകൊണ്ടാ. വാദരോഗമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ആ കക്ഷിക്ക് ഹൃദയത്തിലായിരുന്നു വാദം, ഹൃദുവാദം. വേറെയും രണ്ട് കേസ് വാദിച്ചിട്ടുണ്ടല്ലോ നിന്റെ സാറ്. അതെ, ആ രണ്ട് കക്ഷികൾ ഇന്ന് സെൻട്രൽ ജയിലാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. ജയിലിൽ കിടക്കുന്നത് കൊണ്ടോ? അല്ല, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ. എന്താ? ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിന് വന്നതാ. അയ്യോ, അവരു ജയകൃഷ്ണൻ സാർ അകത്തൊരു പ്രമാദമായ കേസ് പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോട്ടെ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. ഞങ്ങൾ അഡ്വക്കേറ്റ് രാധികയെ കാണാൻ വന്നതാ. അതെ, സംഗതി രാധിക നല്ല അഡ്വക്കേറ്റ് ഒക്കെ തന്നെയാ, കാണാനും കൊള്ളാം. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാ. ജയകൃഷ്ണൻ സാറിന് ഫീസും കുറവാ. പോരാത്തതിന് ഓണം പ്രമാണിച്ച് ഫീസിൽ 50% വിലക്കുറവുണ്ട്. അതിന് ഓണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? പക്ഷെ വിലക്കുറവ് പിൻവലിച്ചിട്ടില്ല. മാത്രല്ല, ഇപ്പൊ കേസ് ഏൽപ്പിച്ചൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. അറിയാം, സെൻട്രൽ ജയിലല്ലേ. എന്താ പൊന്നപ്പാ, കക്ഷികള് വീണില്ലേ? കളിയാക്കൊന്നും വേണ്ട. നിങ്ങളുടെ പുന്നാര സഹോദരൻ ഒരു കേസെങ്കിലും കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ. ഈ മുളോണിയും കഴിഞ്ഞോ? ഇയാൾ എന്തിനാ അടുക്കളക്കാരും തിരക്കുന്നേ? അടക്കളക്കാരിയൊന്നല്ല, കോടതിക്കാരിയാ. എന്റെ വക്കീൽ കോട്ട് എടുത്തിട്ട് നിങ്ങൾ കാക്കി ഓടിക്കാൻ തൂക്കിയിട്ടിരിക്കണേ. ഓ, അങ്ങനെങ്കിലും ഒരു ഉപയോഗം അതുകൊണ്ടുണ്ടല്ലോ. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾ കിട്ടിയിട്ടെന്തിനാ? വൈകുന്ന ഒരു കേസ് ഉണ്ട്, വായനശാലയുടെ. വായനശാലയുടെ കേസോ? അതെ, അവിടുന്ന് വാർഷിക നാടകമൊക്കെ ഉണ്ട്. നാടകത്തിന് ഈ സാധനം വാടകയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയി, ഞാൻ ഉൾപ്പെടെ. അയ്യോ, അപ്പൊ കാക്കി ഓടിക്കാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ സഹോദരൻ ഓഫീസിൽ നിന്ന് ഈച്ചി ഓടിക്കുന്നു. അതിലും മതം ഇവിടെ വന്നുകൊണ്ട് കാക്കി ഓടിക്കാൻ പറയൂ. ഐ എം സോറി, ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിംഗിന് ഇറങ്ങിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തായി പറയുന്നത്? അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയിലേത്. നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. തനിക്കറിയോ, വക്കീൽ പണിയിലും പൊന്നപ്പിനും പുല്ല. എനിക്ക് വേറൊരു പണി അറിയണോ, കൽപ്പണി. കണ്ടിട്ടില്ലേ ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെത്തണത്? എന്റെ തനിക്കറിയോ, ഞാൻ എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാ ഞാൻ പഠിച്ചൊരു വക്കീലായത്. കഷ്ടകാലത്തിന് പണ്ടാറടങ്ങാനായി തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. എന്നെങ്കിലും ഒരു ദിവസം താൻ എന്നെ കോടതി കയറ്റി ഇരുത്തിയിട്ടേ യെസ് യുവർ ഓണർ എന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ? പോട്ടെ, താങ്കളെങ്കിലും അത് പറയണ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ആ കക്ഷികളെ ക്യാൻവാസ് ചെയ്ത. അപ്പൊ തനിക്കത് തല്ലണല്ലേ? തല്ലണോ? പൊന്നപ്പ പോട്ടടാ, അപ്പോഴത്തെ ഒരു പ്രാന്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. ഇങ്ങനെ അടുത്തിരിക്കാൻ സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്ന് അറിയാവുന്നോണ്ടാ ഞാനത് ചെയ്യാൻ. സോറി സാറേ, സോറി സാറേ, സോറി സാറേ, സോറി സാറേ, തേരോട്ടം. ഞാൻ വെള്ളാടിച്ചോട് ചോദിക്കല്ല. നിങ്ങൾ പത്രക്കാർക്ക് എന്റെ അഡ്രസ്സും അപ്പനപ്പന്മാരുടെ പേരും വിവരവും എന്റെ ഫോട്ടോയും ഒക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കേസ് കൊടുക്കാനാ. കേസോ? അതെ, ഈ റിപ്പോർട്ടിന് ഞങ്ങൾ പത്രക്കാര് കേസ് എന്നാ പറയാറ്. ഡാക്ടർ, ഞാനൊരു ബുദ്ധിജീവിയാണ്. ഞാൻ അസിസ്റ്റന്റ് ബുദ്ധിജീവി. സത്യത്തിൽ നിങ്ങൾ ബുദ്ധിജീവികളാണോ അതോ മന്ദബുദ്ധികളോ?
ആണോ? ഹരിനാരായണനെ കാണാൻ പറ്റില്ലെന്ന് നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ. കാണാൻ പറ്റില്ലെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ശക്തമായിട്ട് വ്യക്തമാക്കേണ്ടി വരും. വ്യക്തമാക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ എനിക്ക് മനസ്സില്ല. ഹലോ പങ്കജാക്ഷൻ. പങ്കജാക്ഷൻ ചേട്ടനല്ലേ? അതെ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് കൊള്ളാം. പങ്കജാക്ഷൻ സാറിന് അറിയാത്തായിട്ട് ഈ നാട്ടിൽ ആരാ ഉള്ളത്? ദൈവമേ, ഞാൻ അത്രക്ക് ഫേമസ് ആണോ? പിന്നെ ആട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങൾ ഇലക്ട്രീഷ്യൻസാ. ഇവിടെ സ്വിച്ച് ബോർഡിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്പ്യാർ സാർ പറഞ്ഞിട്ട് വന്നതാ. ഇവിടെ വന്നപ്പോഴല്ല അറിയുന്നത്. നമ്പ്യാർ സാറിനല്ല, അതൊക്കെ അവർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പങ്കജാക്ഷൻ ചേട്ടൻ അറിയാന്ന്. ഈ മെയിൻ സ്വിച്ച് ബോർഡ് എവിടെയാ പങ്കജാക്ഷൻ സാറേ? ഒരു മിനിറ്റ്. ഈ പ്രാന്തമാർക്ക് ഇതെന്താ പ്രാന്തായോ? എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്. നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്നും പറഞ്ഞു ഓടിയത് ഞാനോട് പറ്റിച്ച്. അതിന് നീയും പുറകെ ഓടുന്നുണ്ടല്ലോ, അതെന്തിനാ? ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. കഷ്ടം. അവന്റെ കല്യാണത്തിന് അന്ന് അവന്റെ പെണ്ണ് മരിച്ചുപോയി. അന്ന് തുടങ്ങിയത് 3 ചന്ദനത്തിനും കത്തിച്ചുകൊണ്ടുള്ള നടപ്പ്. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ എല്ലാത്തിനും പിന്നിൽ ഓരോ കഥകളുണ്ട്. വാ, മതി, ഇത് മതി. ഈ ഒറ്റ പോയിന്റ് മതി എനിക്ക് അവരെ പുറത്തിറക്കാൻ. താങ്ക് യു മോളെ. എന്താ? താങ്ക് യു മോളേന്ന്. ദാ, ഈ പേജ് കൂടെ ഒന്ന് നോക്കിയേ. ഈ ഡോക്ടർക്ക് എവിടെ നിന്ന് കിട്ടുന്നു ഈ പെർഫ്യൂം ഒക്കെ? ഓരോ ദിവസം ഓരോ മണ. കോബ്ര അല്ല. പോയ്സൺ അല്ല. കോൾഡ് കോൾഡ്. ഹായ് ഹായ്. ഡ്രസ് ചെയ്യാൻ പോന്നു. കുറച്ച് നേരമേ ഉള്ളൂ. കുറച്ചിങ്ങോട്ട് നീങ്ങിക്കോ. ജേട്ടൻ പുതിയ കേസ് വല്ലതും എടുത്തിട്ടുണ്ടോ? ഏയ്, ആര് പറഞ്ഞു? നമ്മക്ക് എവിടെ കേസ് കിട്ടാൻ? എങ്കിൽ എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. ആഹാ, രവീന്ദ്രന്റെ. ആ, എന്റെ ഒരു സ്ഥിരം ക്ലയന്റാ. ഓഹോ. അയാളുടെ ഒരു സഹോദരൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, ഹരിനാരായണൻ. അയാളെ പുറത്തിറക്കാൻ ഏതോ ഒരു കേസിലെ വക്കീൽ ശ്രമിക്കുന്നുണ്ടത്രേ. ഞാൻ വിചാരിച്ചു ജയേട്ടനാവുന്ന്. അതെ, അത് ഞാൻ തന്നെയാ. ഈ കേസ് ഞാനൊരു കലക്ക് കലക്കും. നീ വിചാരിച്ചാലൊന്നും എന്നെ തടയാൻ പറ്റില്ല. കോടതിയിൽ വെച്ചിട്ടായാലും നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. ഞാൻ ഈ കേസ് ഒഴിഞ്ഞോളാം. അയ്യോ, അത് വേണ്ട മോളെ. നീ ഒഴിഞ്ഞ അവര് വേറെ നല്ല അഡ്വക്കേറ്റിനെ വെക്കും. അതുമല്ല, എനിക്ക് നിന്നെ കോടതിയിൽ വെച്ചൊന്ന് തോപ്പിക്കണം. അത് നിന്നോടുള്ള വാശിയല്ല, നിന്റെ അച്ഛനോടുള്ള വാശിയാ. അങ്ങേരുടെ അഭിപ്രായത്തിൽ നീ വലിയ ബുദ്ധിമതിയും ഞാനൊരു മണ്ടനുമാണല്ലോ. നീയും നിന്റെ അച്ഛനുവേ BA LLB, അഡ്വക്കേറ്റ് ജയകൃഷ്ണനെ MA LLM. എന്നിട്ട് എന്താ കാര്യം? തെറി ഞാൻ പറയൂ. എടി, നിന്നേക്കാ 100 മടങ്ങ് ബുദ്ധിയും ശക്തിയും എനിക്കാണെന്നുള്ളതേ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ തെളിയിക്കും. എന്നിട്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടു. അപ്പം ഞാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ഹരിനാരായണൻ തീർത്തും ഒരു മനോരോഗിയാണെന്നും ഒരു കാരണവശാലും അയാൾ പുറത്തു വരാൻ പാടില്ലെന്നും 5 വർഷങ്ങൾക്ക് മുൻപ് കോടതി വിധിച്ചിട്ടുള്ളതാണ്. ഒബ്ജക്ഷൻ യുവറാണോ എന്ന് പറയും സാറേ. എന്തിനെ? സാർ അതൊന്ന് പറയണത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ കഴിയുന്ന ഹരിനാരായണന്റെ മനോനിലയിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായി അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്പ്യാർക്ക് തോന്നിയിട്ടില്ല. ഹരിനാരായണൻ ഇപ്പോഴും മനോരോഗി തന്നെയാണെന്ന് ഡോക്ടർ നമ്പ്യാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തനിക്ക് ഭ്രാന്തില്ലെന്നും തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടുകിട്ടണമെന്നുള്ള ഹരിനാരായണന്റെ വാദത്തിന് പ്രസക്തിയില്ല. സാധാരണഗതിയിൽ എനിക്ക് ഭ്രാന്തില്ലെന്നല്ലേ ഭ്രാന്തുള്ള ഏതൊരാളും പറയാറ്. ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ വിലയേറിയ സമയത്തെ മാനിച്ച് ഈ കേസ് പരിഗണനയ്ക്കെടുക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അല്പം കൂടി വെള്ളം. കേസ് തള്ളി പോയില്ലേ? വേണ്ട എടാ, ഉണക്കേ മുഴുവനും തള്ളിയിട്ടില്ല. തള്ളാൻ ഒരു ഇത്തിരി കൂടി ബാക്കിയുണ്ട്. എന്താ കാണണോ? അങ്ങോട്ട് മാറിയിട്ട് കോടതിയിലൊന്ന് വാതുറക്കാൻ പോലും പറ്റാതെ മൗന നൊമ്പരങ്ങളുമായി ഒരു മിണ്ടാപ്രാണിയായി വക്കീല് കണ്ണും തള്ളി പോകുമ്പോഴാ അവന്റെ ഒരു ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. നോ താങ്ക്സ്. ചിലക്കഥ നടക്കടാ. എടോ, എന്തോ എന്റെ മോക്ക് നല്ലൊരു കല്യാണാലോചന കൊണ്ടുവരണം. ഇത്രയും നാൾ അവക്കൊരു ശനിയുടെ അപകാരം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഞാൻ കൊണ്ടുവരാം.
എത്ര വയ്യന്മാരെ വേണം? ഇതുപോലത്തെ പഴങ്കഞ്ഞി മോറന്മാരൊന്നുമല്ല, നല്ല ഞണ്ട് ഞടാന്നുള്ള ആമ്പിള്ളാരെ. അധികം ആളാവണ്ടാട്ടോ. എന്താണ് ആളായാലേ? ആള് മാറിപ്പോവും. പിന്നെ പെറ്റ തള്ള കണ്ട പോലും തിരിച്ചറിയില്ല. എന്താടാ പൊന്നപ്പ? ചില പണികളൊക്കെ കൈവശം ഉണ്ടെന്ന് പറയായിരുന്നു. വക്കീൽ പണി പഠിക്കാനാണെങ്കിൽ നീ ഇവന്റെ പിന്നാലെ നടക്കണ്ട. ആ പണി എന്താണെന്ന് ഇവന് തന്നെ അറിയില്ല. നിനക്കൊരു പണി അറിയാമല്ലോ, കൽപ്പണി. അത് നീ അവന് പഠിപ്പിച്ചുകൂടെ? അതിലും അവൻ ശോഭിക്കുമെന്ന് തോന്നുന്നില്ല. ആ, നാളെ രണ്ടുപേരും കൂടെ എന്റെ വീട്ടിലേക്ക് വാ. എന്റെ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കിടക്കുക, അതൊന്ന് സിമന്റ് ഇടണം. നിനക്കൊരു പണിയുമായി, ഇവനൊരു ട്രെയിനിങ്ങുമായി. വേണ്ട സാറേ, കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം.